കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായം നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു സ്വപ്നം. പക്ഷേ സ്വപ്നം എന്താണെന്ന് ഓർത്തെടുക്കാൻ കഴിയാത്ത നിലയിൽ താൻ അതെല്ലാം മറന്നുപോയി. മറന്നുപോയത് മാത്രമല്ല, താൻ അതിനെ ഓർത്ത് ദുഃഖിക്കുകയും വ്യാകുലപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരനുഭവത്തിലേക്ക് താൻ നീങ്ങുന്നു. എത്ര സ്വപ്നങ്ങൾ കാണുന്നു, അതെല്ലാം ചിലത് മറക്കുന്നു, ചിലതെല്ലാം ഓർത്തിരിക്കുന്നു. പക്ഷെ ആരും വ്യാകുലപ്പെടുകയും അതെന്താണെന്ന് റീകളക്ട് ചെയ്യാനും ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം എന്തോ എവിടെയൊക്കെ താൻ കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു, ബാക്കിയുള്ളതെല്ലാം മറന്നിരിക്കുന്നു. പക്ഷെങ്കിൽ തനിക്ക് അത് നിമിത്തം എന്തോ വ്യാകുലങ്ങളും ചിന്തകളും വിഷമങ്ങളൊക്കെ തൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. എന്തോ സംതിങ് കണ്ടു, പക്ഷെ അത് നിമിത്തം താൻ അസ്വസ്ഥനായി. അതുകൊണ്ട് രാജാവ് തന്നോടൊപ്പം ഇരുന്ന് ആലോചന പറഞ്ഞു കൊടുക്കുന്ന മറ്റ് വ്യാജ ദൈവങ്ങളിലൂടെയും പഠിച്ചതിലൂടെയൊക്കെയും ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രവാദികളെയും ലക്ഷണവിദ്യ പറയുന്നവരെയും കൽദയരെയും ആഭിചാരന്മാരെയും ഒക്കെ വിളിച്ചു കൂട്ടി, ഞാൻ ഒരു സ്വപ്നം കണ്ടു, പക്ഷെ മറന്നുപോയി. നിങ്ങൾ അതിൻ്റെ സ്വപ്നവും പറയണം, അതിൻ്റെ അർത്ഥവും പറയണം. ഈ വിവരം അവരുടെ കയ്യിലെത്തുന്നു. അവർ രാജാവിനോട് പറയുന്നു, രാജാവേ, ഇതെല്ലാവർക്കും ഒന്നും പറയുവാൻ സാധ്യമല്ല. ജഡവാസമില്ലാത്ത ഒരു വ്യക്തിക്ക്, ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും നീ കണ്ട സ്വപ്നം ആർക്കും ഓർത്തിരിക്കാനോ പറയുവാനോ സാധ്യമല്ല. ഞങ്ങളൊക്കെ മനുഷ്യരാ. എന്നാൽ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, നിങ്ങൾ നിശ്ചയമായി കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. അവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, സ്വപ്നം പറ, ഞങ്ങൾ വ്യാഖ്യാനിച്ച് പറയാം. രാജാവ് പറഞ്ഞു, ന്യായവിധി ഓൾറെഡി കൽപ്പിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജീവന് വില പറഞ്ഞിരിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ കഴിയുന്ന ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മ കൊണ്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ ഇവർ നഷ്ടപ്പെടുമ്പോൾ അവരുടെ വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെടുകയാണ്. അവരാകെപ്പാടെ വ്യാകുല ചിന്തകളായി മാറി. രാജാവ് ഇത്രയും നാളും രാജാവിന് ആലോചന പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഇവരുടേതായിരിക്കുന്ന അനുഭവങ്ങളും തിയറികളൊന്നും രാജാവിന് മനസ്സിലായി. അതൊന്നും ഇപ്പോൾ പ്രയോജനമാകത്തില്ല. അതുകൊണ്ട് ഇതിനെയെല്ലാം ഇവിടെ ഊട്ടി വളർത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ വ്യാജ ദൈവങ്ങളെയും വ്യാജമതങ്ങളെയും ഇതിനെയെല്ലാം പുറകെ പോയാൽ ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് രാജാവിന് മനസ്സിലായിട്ട് പറയാണ്, നിങ്ങളെ കൊന്നുകളയും. അവസാനം അരിയോക്ക് എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്ത ഒരാൾ ഈ വിഷയത്തിൽ ദാനിയേലിനെ കൂട്ടരെയും അറിയിക്കുവാൻ വേണ്ടി ചെല്ലുകയാണ്. നമ്മൾ ആ ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. ദാനിയേലിൻ്റെ അടുക്കൽ ചെന്ന് അരിയോക്ക് പറയുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യവും മുതൽ 16-ാമത്തെ വാക്യം വരെ വായിച്ച് 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായി
ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട ആര്യോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്നവൻ രാജാവിന്റെ സേനാധിപതിയായ അരിയോക്കിനോട് ചോദിച്ചു. അരിയോക്ക് ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. ഓക്കെ, അരിയോക്ക് ദാനിയേൽ അടുക്കൽ വരുന്നു. ദാനിയേലിന്റെ ആ വിവേകത്തോടു കൂടിയുള്ള ഇടപെടൽ, ജ്ഞാനത്തോടു കൂടിയുള്ള ആ ഉത്തരം പറയുന്നതൊക്കെ അരിയോക്കിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അരിയോക്ക് അവനെ രാജാവിനെ കാണാൻ അനുവദിക്കുന്നു. രാജാവിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ രാജാവ് അവർക്ക് സമയം അനുവദിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. രാജാവിന് സമയം ആവശ്യപ്പെടുകയാണ്. സമയം ആവശ്യപ്പെടുന്നത് ഇത് വെറുതെ ഒന്ന് തടസ്സപ്പെടുത്തുവാനല്ല സമയം ചോദിച്ചത്. പിന്നെയോ ഈ സ്വപ്നം അറിയണം, സ്വപ്നം വ്യാഖ്യാനിക്കണം. ഇത് ദാനിയേൽ പഠിച്ച ജ്ഞാനം കൊണ്ടോ കൂടെയുള്ളവരുടേതായിരിക്കുന്ന ജ്ഞാനം കൊണ്ടൊന്നും ഈ സ്വപ്നം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതിന്റെ ചില ഭാഗങ്ങൾ ഓർത്തിരിക്കുന്നത് കൊണ്ട് ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനും സാധ്യമല്ല. അതുകൊണ്ട് രാജാവ് കണ്ട സ്വപ്നം പറയണം. അവിടെ ദാനിയേൽ മനസ്സിലായി, ഇത് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം ഇരുന്നെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിയിപ്പ് ദൈവത്തിൽ ലഭിക്കത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് കേൾക്കണം. അതിനുവേണ്ടി യഹോവയുടെ സന്നിധിയിൽ അല്പസമയം കാത്തിരുന്നെങ്കിൽ മാത്രമേ ഈ നിലയിൽ, രാജാവ് പ്രതീക്ഷിക്കുന്ന നിലയിൽ സ്വപ്നം പറയുവാനും സ്വപ്നത്തിന് വ്യാഖ്യാനം നടത്തുവാനും കഴിയത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ദാനിയേൽ രാജാവിൻ്റെ സമയം ആവശ്യപ്പെടുന്നത്. ഇനി നമുക്ക് 17 മുതൽ 18 വാക്യങ്ങൾ വായിക്കാം. 17ഉം 18ഉം വാക്യം വായിക്കാം. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവിനോടും കാര്യം അറിയിച്ചു. നോക്കണം, ഇവിടെ ഇപ്പോൾ രാജാവിന് സന്നിധി ചെല്ലുന്നു. രാജാവ് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നേരെ പോയത് ദാനിയേലിനും നേരെ പോയത് തൻ്റെ കൂട്ടുകാരടുക്കൽ ചെന്നിട്ട് ഈ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കുകയാണ്. അവരുമായിട്ട് കാര്യം ഷെയർ ചെയ്യുകയാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ തോന്നേണ്ടതിന് ദൈവത്തിന് മാത്രമേ തൻ്റെ ആവശ്യം നിറവേറ്റുവാൻ കഴിയൂ എന്ന തരത്തിലുള്ളതായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദാനിയേലും കൂട്ടരുമായിരിക്കുന്നത്. അതിനാൽ തനിക്കും കൂട്ടാളികൾക്കും പ്രാർത്ഥിക്കേണ്ടത് എത്ര പ്രാധാന്യമാണെന്ന് അവനറിയാം. ഇവിടെ വിവരം അറിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ദൈവത്തിന് സന്നിധി പോയിരിക്കണം. തന്നോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ സഹകരിച്ച 3 പേരുണ്ട്. അവരോട് ഒരുമിച്ച് പോയി ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഈ സാഹചര്യം ദൈവത്തിന് മാത്രമേ ഇതിനെനിക്ക് ആൻസർ തരുവാൻ കഴിയത്തുള്ളൂ. ഈ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ
എൻ്റെ മനസ്സിൽ പല ചിന്തകൾ ഓടി വന്നു. ഒന്ന്, ദാനിയേൽ കേട്ടപ്പോൾ വേറെ ആരെ സമീപിച്ചില്ല. നേരെ പോയത് തൻ്റെ കൂടെയുള്ള ഹനന്യാവ്, അസര്യാവ്, മീശായേൽ ഇവരടുക്കലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു ബന്ധമാണ് അവിടെ കാണാൻ കഴിയുന്നത്. പ്രവാസത്തിൽ പോയിരിക്കുന്ന ആ ജനം അതിൻ്റെ നടുവിൽ ദാനിയേലിന് കൂട്ടായ്മ കൂടുവാൻ വേണ്ടി ദാനിയേൽ കണ്ടെത്തിയ ഈ 3 പേർ അവരോട് ചെല്ലുകയാണ്. നമുക്കറിയാം, നിങ്ങളിൽ എത്ര പേർക്ക് ആ അനുഭവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പരിശോധനകൾ വരാം, പരീക്ഷകൾ വരാം, ഒരുപാട് വെല്ലുവിളികൾ വരാം. ഇതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു വെല്ലുവിളി വരുമ്പോൾ, പരീക്ഷകളും പരിശോധനകളും വരുമ്പോൾ, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൽ ആദ്യം ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ആരുണ്ടോ, പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാർ ആരുണ്ടോ, അവരെ ആദ്യം ഈ വിവരം അറിയിച്ചിരിക്കും. ലോകപ്രകാരം അവരെ ഇവരെ വിളിച്ചറിയിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായ നിലയിൽ അവനറിയാം, പ്രാർത്ഥിക്കുന്ന ദൈവത്തിനറിയാം, എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ചിലരുണ്ട്. അവരോട് ഈ വിഷയം ഷെയർ ചെയ്താൽ അവരതിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊരു ഉത്തമ ബോധ്യം അവർക്കുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ചിലരെ ഞാൻ വിളിക്കാറുണ്ട്. അവരോട് ഞാൻ അനുഭവങ്ങൾ പറയാറുണ്ട്. അവരത് പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കത്തില്ല, എല്ലാവരിലേക്ക് നമ്മൾ പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന ഈ വൈതൽ അവൻ്റെ മനസ്സ് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഉത്തമ ബോധ്യമുള്ള എപ്പോഴും ചിലർ അവൻ്റെ ലിസ്റ്റിനകത്തുണ്ട്. അവരെ വിളിച്ച് കാര്യം പറയും. അവനറിയാം അവർ പ്രാർത്ഥിച്ചാൽ വിടുതലാണെന്നറിയാം. അങ്ങനെയുള്ള ചില കൂട്ടായ്മ ബന്ധങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ളൊരു കൂട്ടായ്മ ബന്ധം ഇവിടെ രാജാവ് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്, കൊന്നുകളയും. ഇവൻ ചെന്ന് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചിരിക്കുക. ഈ സമയത്ത് മനസ്സിലായി, ഞാൻ എപ്പോഴും കൂട്ടായ്മ കൂടുന്ന എൻ്റെ 3 സഹോദരന്മാർ, അവരോട് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഇതൊരു വിടുതലുണ്ട് എന്നൊരു ഉത്തമ ബോധ്യമുണ്ട്. നമുക്കറിയാം, ഇന്ന് രാത്രി തന്നെ പല ആളുകൾ തങ്ങളുടെ പ്രാർത്ഥന വിഷയം ഇവിടെ അറിയിച്ചു. അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ കൊച്ചു കൂട്ടായ്മയിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതിനകത്തുണ്ടെന്നും ആ പ്രാർത്ഥനയിലൂടെ കാര്യം സാധിക്കുമെന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ സൂം പ്ലാറ്റ്ഫോമിൽ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വരുമ്പോൾ കൂട്ടിനും കൂട്ടായ്മയ്ക്കും എപ്പോഴും ഉള്ളത് നമ്മളെപ്പോലെ പ്രാർത്ഥിക്കുന്ന കുറച്ച് ജീവിതങ്ങൾ എല്ലാവരുമില്ല. എവിടെയൊക്കെയോ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അവർ മൂലമുള്ള ഫെലോഷിപ്പ്, അതിലൂടെയുള്ള കൂട്ടായ്മ ബന്ധം, അതിൻ്റെ ബലം, അതിലുള്ള സന്തോഷം, അതിലുള്ള ആനന്ദം, അത് മറ്റൊരു ലെവലിലാണത്. ലോകപ്രകാരമുള്ള കൂട്ടുകാർ കൂടി ആർത്തട്ടഹസിച്ച് സമയം കളയുന്നതിനേക്കാൾ വളരെ വിലപിടിപ്പുള്ളതും ആനന്ദമുള്ളതും സന്തോഷമുള്ളതും ഒന്നാണ്
പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഈ വിഷയം ഷെയർ ചെയ്ത് ആ കൂട്ടായ്മ ബന്ധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വിടുതൽ അത് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ദാനിയേൽ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ താൻ നേരെ പോയത് തന്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം നമ്മൾ അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പെസഹയെല്ലാം ആചരിച്ചു, അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി എല്ലാം കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഗത്സമന തോട്ടത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കൂടെ 3 എണ്ണത്തെ കൂടെ കൊണ്ടുപോയി. 12 പേരെ കൊണ്ടുപോയില്ല, 12 ഒരുത്തം പോയല്ലോ. 11 പേരെ കൊണ്ടുപോയില്ല. ഒരുമിച്ച് പോയിട്ട് നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് 3 പേരെ കൊണ്ടുപോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഈ 3 പേരെയും കൂടെ അല്പം കൂടെ മുമ്പോട്ട് ചെന്നിട്ട് അവരോടൊപ്പമാണ് ഇരുന്നത്. ആ ഭാഗം ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 26:37. പത്രോസിനെയും സെബെദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം അവിടെ ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. പത്രോസിനെയും സെബെദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. നോക്കണം, ബാക്കി ഉള്ള ആ ആളുകളെ ഇവിടെ മാറ്റി നിർത്തിയിട്ട് ഈ 3 പേരെ കൂടെ അല്പം കൂടെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഞാൻ അതിവേദനയാൽ കടന്നു പോകുന്നു, എൻ്റെ മനസ്സ് വ്യാകുലപ്പെടുന്നു എന്ന് പറഞ്ഞ ഹൃദയം തുറന്നു പറയുവാൻ തുടങ്ങി. യേശു കർത്താവിൻ്റെ ഹൃദയം അവിടെ തുറക്കുകയാണ്. അവൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നതൊക്കെ ആ 3 പേര് തുറന്നിട്ട് പറയുകയാണ്, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് പഠിക്കാൻ ഒരു വലിയ പാഠമുണ്ട്. നമ്മുടെ വിഷയങ്ങൾ എല്ലാവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊട്ടിഘോഷിക്കല്ലേ, എല്ലാവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ ഇട്ടുകൊടുക്കല്ലേ. പ്രാർത്ഥിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ളവരോട് മാത്രമേ നിന്റെ വിഷയങ്ങൾ ഷെയർ ചെയ്യാവൂ. എല്ലായിടത്തും പോയി കൊട്ടിഘോഷിക്കല്ലേ എന്നൊരു പാഠം ഇതിനകത്തുണ്ട്. യേശുവിൻ്റെ കൂടെ പോയ 11 പേരും ഉണ്ട് അവിടെ. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയെങ്കിലും അവരിൽ കുറേ പേരെ നിർത്തിയിട്ട് ഈ 3 പേരെ മാത്രം അല്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അവരുടെ മുൻപിലാണ് യേശു തൻ്റെ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങുന്നത്. യേശു ഈ 3 പേരെയും കൊണ്ട് വേദോസ്തം പഠിക്കുമ്പോൾ പല ഭാഗത്തും മറ്റെല്ലാവരെയും വിട്ടിട്ട് ഈ 3 പേരെയും കൊണ്ട് പോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ ഹൃദയം തുറക്കാൻ പാടില്ല. നിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും, എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരും എന്ന് ഉത്തമ ബോധ്യമുള്ള ദൈവമക്കളുണ്ട്. അവരോട് മാത്രമേ നിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാവൂ എന്നൊരു കാര്യം ഈ തരത്തിൽ ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ ദാനിയേൽ വീട്ടിൽ അത് കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത് മതിയോ പാസ്റ്ററെ? ഓക്കെ, അടുത്ത പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണ്. അവിടെ വായിക്കുന്നു, രഹസ്യത്തെക്കുറിച്ച്, ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും
മീശായോടും അസരിയാവിനോടും കൂടെ കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് ദാനിയേലിനും കൂടെ ഉള്ളവർക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സഹായത്തോടെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. പക്ഷെ സ്വപ്നങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കുകയല്ലായിരുന്നു, ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. സ്വപ്നം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അപകടത്തിൽപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവരെ പ്രാർത്ഥന അങ്ങേയറ്റം ആത്മാർത്ഥമായിരുന്നു. ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പ്രാണൻ അപകടത്തിലാകാൻ പോകുന്നത് നാളുകളായി ആ ദേശത്തെ മന്ത്രവാദികൾ, ലക്ഷണം പറയുന്നവർ, ആഭിചാരകന്മാർ, കൽദേർ, ഈ 4 കൂട്ടർ ജീവൻ നഷ്ടപ്പെടും. ആ കൂട്ടത്തിൽ ഈ 4 പേരുടെ ജീവനും അപകടത്തിലാവും. എന്നാൽ ഇവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ ദൈവത്തോടെ ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തരുമെന്ന് ഒരു ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അവരെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. ആ 18-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, അങ്ങനെ ആ രഹസ്യം, ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവിനോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ഇത് പ്രാർത്ഥന എന്ന് പറയുന്നത് സിൻസിയറായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മളത് കഴിഞ്ഞതിന് ചിന്തിച്ചേനേയും അവന്മാർ ചാകട്ടെ, ആ വിചാരകന്മാരല്ലേ, മന്ത്രവാദികളല്ലേ, കൽദേരല്ലേ, ഈ കൂട്ടത്തിൽ ചത്തുപോകട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചേനെ. പക്ഷെ ഇവരിവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ സിൻസിയറായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ 4 പേരും ചേർന്ന് ഫെലോഷിപ്പായി ഐക്യതയോടെ ഒരു മനസ്സോടെ സിൻസിയറായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അവർ ചിന്തിച്ച് കാണത്തില്ല ഞങ്ങൾ രക്ഷപ്പെട്ടാൽ മതി, അവന്മാർ എങ്ങനെ പോട്ടെ ചിന്തിച്ച് കാണത്തില്ല. അവർ ചിന്തിച്ചാലും കർത്താവേ അവരും നഷ്ടപ്പെടല്ലേ, അവരെ ആത്മാവും വിലയുള്ളതാ, അവർ നഷ്ടപ്പെടാൻ പാടില്ല. ഈ ഒരു കാരണം നിമിത്തം ഇത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഞങ്ങൾ ഈ കാര്യം പറയുമ്പോൾ രക്ഷപ്പെടുന്നത് ഞങ്ങൾ 4 പേര് മാത്രമല്ല, അപ്പുറത്ത് വലിയൊരു സമൂഹം കൂടെ രക്ഷപ്പെടുകയാണ്. ഇതാണ് സിൻസിയറായുള്ള പ്രാർത്ഥന. ഇതാണ് ഒരു ഭക്തന്റെ പ്രാർത്ഥന. ഒരിക്കലും സെൽഫിഷ് ആയിരിക്കത്തില്ല. ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് സെൽഫിഷ് ആയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. സെൽഫിഷ് ആയിട്ടല്ല അവർ പ്രാർത്ഥിക്കുന്നത്. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹൃദയത്തിൻ്റെ അകത്ത് ചിന്തയുണ്ട്, ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടണം. അവിടെ ഒരു കാര്യം ചിന്തിക്കണം, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപാട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് വളരെ സ്ട്രക്ചറായിട്ട് പ്രാസങ്ങൾ ഒപ്പിച്ച് വ്യാകരണങ്ങൾ തെറ്റിക്കാതെ കോർത്തിണക്കി പറയുന്നതല്ല പ്രാർത്ഥന. ആ പ്രാർത്ഥനകൾ പലപ്പോഴും ജൽപ്പനങ്ങളായി മാറ്റപ്പെടും. നമ്മൾ പലരും പറയണ്ട അയാൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ചിലരെ പറയാറുണ്ട്.
അത് തെറ്റായ പറച്ചില. നിങ്ങളെപ്പോലെ കൺസ്ട്രക്റ്റീവായിട്ട് കോർത്തിണക്കി ആ പാപത്തിന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സിൻസിയർ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളുടെ വിലയിടുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ആരുടെയും പ്രാർത്ഥനയ്ക്ക് വിലയിടുവാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. അവരുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നും ഉരുത്തിരിയുന്ന പ്രാർത്ഥനയ്ക്കാണ് വില. അതല്ലാതെ കോർത്തിണക്കി ഉണ്ടാക്കിയ സെന്റൻസിനല്ല വില. ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, സിൻസിയറായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് ദൈവം അംഗീകരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ 4 പേര് പ്രാർത്ഥിച്ചു. ഇവര് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ആ ദേശം രക്ഷപ്പെടാൻ വേണ്ടി പോകുകയാണ്. തകരുവാൻ വേണ്ടി കാത്തിരിക്കുന്ന, നശിക്കുവാൻ വേണ്ടി ഏതു സമയവും ജീവൻ അപകടത്തിൽ കിടക്കുന്ന ഒരു വലിയ കൂട്ടം ഇവരെ പ്രാർത്ഥനയോടെ രക്ഷപ്പെടും. ഇവർ പ്രാർത്ഥിക്കുന്ന അവരുടെ രക്ഷയ്ക്കും വേണ്ടിയാണ്. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ സെൽഫിഷ് ആകല്ലേ. നമ്മുടെ പ്രാർത്ഥനകൾ സെൽഫ്ലെസ്, സ്വയത്വമില്ലാത്ത പ്രാർത്ഥനകളായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന സിൻസിയർ ആയിരിക്കണം. നിനക്കെല്ലാം കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും, പറയുന്ന പദങ്ങൾക്ക് ആമേൻ മറ്റുള്ള പ്രതീക്ഷിക്കുന്ന നിലയിൽ കോർത്തിണക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, സിൻസിയറായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരും എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. ഏലിയാവ് പ്രാർത്ഥിച്ച് ഒത്തിരി ഒന്നും പ്രാർത്ഥിച്ചില്ല, 2 സെന്റൻസ് പ്രാർത്ഥിച്ചുള്ളൂ. അത് ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ജൽപ്പനകളായി മാറല്ലേ. കോർത്തിണക്കിയ ജപമാല പോലെയുള്ള പ്രാർത്ഥനകളാകാതെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും സിൻസിയറായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളായി മാറട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സമയാസമയങ്ങളിൽ മറുപടി തരും. ആ മറുപടി നിമിത്തം രക്ഷപ്പെടുന്നത് നാം മാത്രമല്ല, വലിയൊരു സമൂഹം കൂടെ രക്ഷപ്പെടും എന്നുള്ള കാര്യം ഈ തരത്തിൽ ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. ഇനി നമുക്കതിന്റെ 19ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. ഇവിടെ ദൈവം നെബൂഖദ്നേസറിനെ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവൻ രാത്രിയിൽ ഒരു ദർശനത്തിൽ ദാനിയേലിന് രഹസ്യം വെളിപ്പെടുത്തി. അങ്ങനെ ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറയുന്ന കുറെ പദപ്രയോഗങ്ങൾ നമുക്ക് ഈ 19ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. നമുക്കത് ഒന്നൊന്നായി ഒന്ന് പറയാം. പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരത്തിനായി ദാനിയേൽ സ്തോത്രം ചെയ്തു. 7 തരത്തിലുള്ളതായ ഒരു സ്തോത്രമാണ് ദാനിയേൽ പറയുന്നത്. 1, ജ്ഞാനവും ബലവും അവനുള്ളത്. ആ ഭാഗം ഒന്ന് വായിച്ച് 19ാമത്തെ വാക്യം, 19-20 വാക്യം, 19-20. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. 1, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അടുത്തത്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. വീണ്ടും, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അടുത്തത്, അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും
വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. ബുദ്ധിയും കൊടുക്കുന്നു. അടുത്തേ, അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. ആ അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു. ആ വെളിച്ചം അവനോട് കൂടെ വസിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കണം, ഈ പറഞ്ഞ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ജ്ഞാനവും ശക്തിയും മഹത്വവും അവനുള്ളത്, ജ്ഞാനവും ബലവും അവനുള്ളത്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ചെയ്യുന്നു, അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനം കൊടുക്കുന്നു, വിവേകികൾക്ക് ബുദ്ധി കൊടുക്കുന്നു, ഗൂഢമായിരിക്കുന്നത് വെളിച്ചത്തെ കൊണ്ടുവരുന്നു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്ത അതിന് മറുപടിയായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു താങ്ക്സ് ഗിവിംഗ് ആണത്, ഒരു സ്തോത്ര പ്രാർത്ഥനയാണത്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പാണത്. പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഒരു നല്ല മോഡലാണ് കൊടുത്തിരിക്കുന്നത് താങ്ക്സ് ഗിവിങ്ങിൻ്റെ. നമ്മുടെ സാധാരണ നമ്മുടെ ആളുകളൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ സ്തോത്രം പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് നിർത്തും. പിന്നെയും ആളുകൾ നിർബന്ധിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് സ്തോത്രം വരത്തുള്ളൂ. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടി വലിയൊരു കൂട്ടം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഭക്തന്റെ ഹൃദയത്തിൻ്റെ അകത്ത് തിങ്ങി വിങ്ങുന്ന ഒരു താങ്ക്സ് ഗിവിംഗ് ഉണ്ട്. അത് ആർക്കും അടക്കി വെക്കുവാൻ കഴിയാത്ത ഒരു താങ്ക്സ് ഗിവിംഗ് ആണ്. ഇവിടെ മുഴുവൻ പദപ്രയോഗങ്ങളും ദാനിയേലിനെ ഉയർത്തുന്നില്ല, കൂടെ ഉള്ളവരെ ഉയർത്തുന്നില്ല, യഹൂദ ഗ്രൂപ്പിനെ ഉയർത്തുന്നില്ല, ഒരു രാജാവിനെ ഉയർത്തുന്നില്ല. ഇവിടെ ഉയർത്തി പറയുന്നത് മുഴുവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത അവരുടെ പിതാക്കന്മാരുടെ ദൈവമാകുന്ന യഹോവയെ എത്രമാത്രം ഉയർത്താമോ അത്രമാത്രം ഉയർത്തി പറയുകയാണ്. ഇതാണ് ആരാധന എന്ന് പറയുന്നത്. ആമേൻ. ഇതാണ് ആരാധന, ഇതാണ് താങ്ക്സ് ഗിവിംഗ്, ഇതാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഒരു രണ്ട് സ്തോത്രം പറഞ്ഞിട്ട് മൗനമായി ഇരുന്നിട്ട് നമ്മളേതാണ്ട് വലിയ കാര്യം ചെയ്തുപോലെ കാണിക്കുന്നതല്ല ആരാധന. നമ്മളേതാണ്ട് വലിയ കാര്യം നേടിയെടുത്തു എന്നുള്ളതല്ല ആരാധന. നിനക്ക് ലഭിച്ചിരിക്കുന്ന നന്മയ്ക്ക് അടിസ്ഥാനത്തിൽ നിന്റെ കർത്താവിനെ എത്രമാത്രം ഉയർത്തുവാൻ കഴിയുമോ അത്രമാത്രം നീ ഉയർത്തി പറയണം. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ തിരിച്ചൊന്ന് അനുമോദിക്കാൻ സമയം കിട്ടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എവിടുന്ന് ഈ വാക്കുകളെല്ലാം വരുന്നു എനിക്കറിയത്തില്ല. ഈ വാക്കുകളെല്ലാം കോർത്തിണക്കി പറയുന്ന കണ്ടുമ്പോൾ ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. ദൈവം പോലും മാറി നിന്ന് പോകുമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ആരാധനകളും സ്തോത്രങ്ങളും മനുഷ്യനെ ഉയർത്തുന്ന, മനുഷ്യന് പുകഴ്ച ലഭിക്കുന്നാകുമ്പോൾ ദാനിയേൽ ആരെ പുകഴ്ത്തുന്നില്ല. ദാനിയേൽ ഉയർത്തുവാനുള്ളത്, ദാനിയേൽ പുകഴ്ത്തുവാനുള്ളത് ഒറ്റ ഒരുത്തനേ ഉള്ളൂ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തന്ന യഹോവയെ മാത്രമാണ്. ഇവിടെ മുഴുവൻ ഭാഗവും ദാനിയേൽ ദൈവത്തിൻ്റെ നാമത്തെ എക്സ്റ്റോൾ ചെയ്യുകയാണ്, ഉയർത്തുകയാണ്. അവിടെ പറയുന്നല്ലോ, രാജാക്കന്മാരെ ഇറക്കുന്നു, രാജാക്കന്മാരെ വാഴിക്കുന്നു. ഇതൊക്കെ ഭയങ്കര മർമ്മികമാകുന്ന വിഷയങ്ങളാണതെല്ലാം. ദാനിയേലിന് വെളിപ്പെടുത്തി കിട്ടിയ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നതാ, അവൻ രാജാക്കന്മാരെ മാറ്റുന്നു, രാജാക്കന്മാരെ വാഴിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പദപ്രയോഗം പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പലരും വന്നില്ലെങ്കിലും പലരും മാറിപ്പോയാലും ഓർത്തുകൊള്ളണം,
ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു അമാനുഷിക ശക്തിയുണ്ട്. അവനാണ് രാജാക്കന്മാരെ വാഴിക്കുന്നത്, അവനാണ് രാജാക്കന്മാരെ ഇറക്കി വിടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലാണ് ഏത് സാമ്രാജ്യ ശക്തിയും കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലാണെന്ന് ദാനിയേൽ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ആ രഹസ്യം ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് വെളിപ്പെടുത്തി കൊടുത്തത് ഭക്തി മതമല്ല, മറിച്ചത് ദാനിയേലിന് കിട്ടിയ വെളിപ്പാടാണിത്. ദാനിയേൽ കണ്ടെത്തിയത് പരീക്ഷണങ്ങളുടെയോ നിരീക്ഷണങ്ങളുടെയോ പഠിച്ചതായിരിക്കുന്ന സാഹിത്യത്തിലൂടെയോ ഒന്നുമല്ല കണ്ടുപിടിച്ചത്. യഹോവയായ ദൈവം ഇതവന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയല്ലേ എന്താ പറയുന്നത്? അവൻ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നു. ഇതിനകത്തൊരു യാഥാർത്ഥ്യം ഞങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റി, അത് ആരംഭിക്കുന്നത് വെളിപ്പെടുത്തി തന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന തത്വം നിലനിൽക്കുന്നത്. ക്രിസ്ത്യാനിറ്റി അഥവാ ക്രിസ്ത്യാനിത്വം ആരംഭിക്കുന്നത് വെളിപ്പെടുത്തി കിട്ടിയ ആ തത്വത്തിലാണ്. ദൈവത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതെന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തന്നതിലൂടെ മാത്രമേ നാം ദൈവത്തെ അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് കിട്ടിയ വെളിപ്പാട് നാം നിരന്തരമായി ഗവേഷണം നടത്തി കിട്ടിയ വെളിപ്പാടല്ല ഇത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ജ്ഞാനികൾക്കും വിവേകികൾക്കും ഈ വെളിപ്പാട് മറച്ചു, എന്നിട്ട് ശിശുക്കൾക്കും മുല കുടിക്കുന്നവരുടെ വായിൽ ഈ ജ്ഞാനത്തെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് ഒരു തത്വത്തിന് മേലല്ല, ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ മേലല്ല, ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് ഏതെങ്കിലും സംഘടനയുടെ പേരിലല്ല, ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് കുറെ മനുഷ്യരുടെ പേരിലല്ല, ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് പത്രോസിന്റെയോ യാക്കോബിന്റെയോ യോഹന്നാന്റെയോ ഒരു അപ്പോസ്തലന്റെയും പേരിലല്ല. ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് വെളിപ്പെടുത്തി കിട്ടിയ തത്വങ്ങൾ, വെളിപ്പെടുത്തി കിട്ടിയ സത്യമുണ്ട്. ആ സത്യത്തിന് മേലാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർക്ക് വെളിപ്പെടുത്തി കിട്ടിയ കാര്യം അവർ അത് അന്വേഷിക്കുന്നു. അതിലൂടെ അവർക്ക് മേത്രമാകുന്ന വെളിപ്പാടുകൾ ദൈവത്തെക്കുറിച്ച് ലഭിക്കുന്നു. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതല്ല, മറിച്ച് അവൻ നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ഒരു കാര്യം നന്നായി മനസ്സിലാക്കണം. നാം സ്വയമേ ദൈവം ആരാണെന്ന് നമ്മൾ ആരും അറിഞ്ഞവരല്ല, നമ്മുടെ പിതാക്കന്മാർ അറിഞ്ഞതല്ല. കാലാകാലങ്ങളിൽ ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സത്യത്തിലേക്ക് വരുവാനും ഈ നന്മ അനുഭവിക്കുവാനും ഈ സന്തോഷം അനുഭവിക്കാനൊക്കെ കാരണം അതാണ്. അല്ല നമ്മുടെ ആരുടെയും പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും വായനയിലൂടെയും പഠിത്തത്തിലൂടെയും ഒന്നുമല്ല ഈ വെളിപ്പാട് കിട്ടിയത്. പിന്നെ നമ്മളോട് കൃപ തോന്നിയിട്ട്, നമ്മളോട് ദയ തോന്നിയിട്ട്, ദൈവത്തിന് നമ്മുടെ ഇഷ്ടം തോന്നിയിട്ട് നമുക്കിത് വെളിപ്പെടുത്തി തന്നതാണ്. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എൻ്റെ വാക്കിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കിട്ടിയ വെളിപ്പാടുകൾക്കനുസരിച്ച് നാം ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ദൈവം കാലാകാലങ്ങളിൽ നിനക്ക് വെളിപ്പെടുത്തി തന്ന വെളിപ്പാടിനനുസരിച്ച് നീ ജീവിക്കുവാൻ തയ്യാറാകണം. കൂടുതൽ അറിയുക എന്നുള്ളതല്ല, അറിഞ്ഞു കിട്ടിയ വെളിപ്പാടിനനുസരിച്ച് നിന്നെ തന്നെ ശോധന ചെയ്ത്
ഞാൻ ആ വെളിപ്പാടനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഞാൻ എൻ്റെ വാക്കിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ദാനിയേലിനെ പോലെ നമുക്ക് നമ്മുടെ ദൈവമക്കളുമായി ഒരു നല്ല കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കട്ടെ. ദാനിയേലിനെ പോലെ അങ്ങനെ ഒരുമിച്ച് വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ എഴുന്നേൽക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ എഴുന്നേൽക്കട്ടെ, നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ. പല സഭകളിലും അത് കാണാനില്ല. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങൾക്ക് കൂട്ടായ്മ കൂടുവാൻ, ഞങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, എൻ്റെ കൂട്ടായ്മയിൽ നിന്ന്, എൻ്റെ അയൽപക്കത്തു നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട ചില ആളുകളെ എനിക്ക് വേണ്ടി ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സിൻസിയറിറ്റിയുടെ പ്രാർത്ഥനകളായിരിക്കട്ടെ. വെളിപ്പെടുത്തി കിട്ടിയ വെളിപ്പാടിനനുസരിച്ച് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അവരെ ഒരുക്കിയെടുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.